നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾക്കാണ് ഈ നിബന്ധന ബാധകമായിരിക്കുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ പരിഷ്കാരവുമായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത്. മോഷണം പിടിച്ച ശേഷമാണ് പൂട്ടുമായി ഗണേഷ് കുമാർ എത്തിയതെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. കർണാടക CIDക്ക് എപ്പോൾ തെളിവുകൾ കൈമാറുമെന്നും അദ്ദേഹം ചോദിച്ചു. ഡി രാജ CPI ജനറൽ സെക്രട്ടറിയായി തുടരുമെന്നും രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവിന് ധാരണയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ. ദേശീയ കൗൺസിലും സെക്രട്ടേറിയറ്റും മറ്റാർക്കും ഇളവുകളില്ല. 75 കഴിഞ്ഞവർ മാറണം എന്ന് CPI പാർട്ടി കോൺഗ്രസ് കേരള ഘടകം നിർദ്ദേശം വെച്ചിരുന്നു. ദേശീയ കൗൺസിലിൽ അടക്കം പ്രായപരിധി കർശനമായി നടപ്പാക്കണം എന്നായിരുന്നു കേരള ഘടകത്തിന്റെ നിലപാട്. പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്ന് തീരുമാനിക്കും. CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണക്കേസിൽ KM ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. വീണ്ടും ഹാജരാകാൻ പറഞ്ഞിട്ടില്ലെന്ന് ഷാജഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദ വീഡിയോ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് ഷാജഹാൻ ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം ആലുവ റൂറൽ സൈബർ പോലീസ് ഓഫീസിന് മുന്നിൽ ഷാജഹാനെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധം നടത്തി. CPM വനിതാ നേതാവ് KJ ഷൈനെതിരെ സൈബർ ആക്രമണക്കേസിൽ കൊണ്ടോട്ടി അബു എന്ന യാസർ എടപ്പാളിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. മൂന്നാം പ്രതിയായ യാസറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എത്തിയിരുന്നില്ല. CPM വനിതാ നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണത്തിൽ ചാവക്കാട് നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ KV സത്താറിനെതിരെ കേസെടുത്ത് ചാവക്കാട് പോലീസ്. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകനും മഹിളാ അസോസിയേഷൻ ചാവക്കാട് മേഖലാ സെക്രട്ടറി MP രാജലക്ഷ്മിയും നൽകിയ പരാതിയിലാണ് കേസ്. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശ്ശൂരിലെ മുതിർന്ന നേതാക്കളായ MK കണ്ണനെതിരെയും AC മോദിനെതിരെയും സംസാരിക്കുന്ന ശബ്ദരേഖ വിവാദത്തിൽ DYFI തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നീക്കിയെന്ന് റിപ്പോർട്ടുകൾ. ശരത്തിനെ കുറ്ററാൽ ബ്രാഞ്ചിലേക്കും തരം താഴ്ത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽനിന്നും ശരത്തിനെ നീക്കുകയും ചെയ്തു. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് ശരത് പ്രസാദ്. ശബ്ദരേഖയാണ് പുറത്തു വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ അനധികൃതമായി വെട്ടിയെന്ന് ആരോപണം. കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ 12 പേരെയാണ് ഒഴിവാക്കിയത്. ഇവർ കരട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അന്തിമ പട്ടികയിൽ നിന്നാണ് ഒഴിവാക്കിയത്. ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ മരിച്ചെന്ന് കാണിച്ച് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് വോട്ടർ പട്ടികയിലെ പരേതർക്കൊപ്പം ചായ കുടിച്ച് UDF പ്രതിഷേധിക്കുകയും ചെയ്തു. ഭൂട്ടാൻ കാർ കടത്ത് കേസിൽ അന്വേഷണം പരിഗണനയിലെന്ന് ED. പ്രാഥമിക വിവരങ്ങൾ തേടുന്നുണ്ട്. ഹൈക്കോടതിയിലാണ് ED ഇക്കാര്യം അറിയിച്ചത്. മറ്റൊരു കേസ് പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യം അന്വേഷിക്കേണ്ടില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് EDയോട് ആരാഞ്ഞത്. ഈ സമയത്തായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ വാക്കാലുള്ള മറുപടി. വാഹന കള്ളക്കടത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് കസ്റ്റംസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ED പ്രാഥമിക വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അബ്ദുൽ നാസർ മദീനി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസ് 4 മാസത്തിനും അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയണമെന്ന് സുപ്രീം കോടതി. കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതിക്ക് ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. കേസിലെ പ്രതിയായ താജുദ്ദീൻ നൽകിയ ഹർജിയിലാണ് ഈ നിർദ്ദേശം. കൊല്ലം നഗരത്തിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിൽ മുഖ്യകണ്ണിയായ യുവതി അറസ്റ്റിൽ. മങ്ങാട് സ്വദേശിനിയായ 27-കാരി ഹരിതയാണ് വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. വിദേശത്തിരുന്ന് ലഹരി കച്ചവടത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു പ്രതി. ജയിലിൽ കഴിയുന്ന കൂട്ടുപ്രതികളെ ജാമ്യത്തിലിറക്കാൻ എത്തിയ ഹരിതയെ രഹസ്യ നീക്കത്തോടെ പിടികൂടുകയായിരുന്നുവെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. കോട്ടയത്ത് KSRTC ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പോലീസ് ജീപ്പിൽ KSRTC ബസ് തട്ടിയെന്ന് പറഞ്ഞ് പോലീസ് തല്ലുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവറായിരുന്ന വേലായുധനെയാണ് വൈക്കം പോലീസ് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഡ്രൈവർ വൈക്കം താലൂക്ക് ആശുപത്രികളിൽ ചികിത്സ തേടി. പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിവാദ പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തു. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ചാന്ദനയ്ക്കെതിരാണ് കേസെടുത്തത്. പന്തളം പോലീസാണ് കേസെടുത്തത്. വാവരെ അധിക്ഷേപിച്ചുവെന്നും ആക്രമണകാരിയായി ചിത്രീകരിച്ചുവെന്നാണ് പരാതി. കോൺഗ്രസ് വക്താവ് അനൂപ് വിയാറിന്റെ പരാതിയിലാണ് കേസ്. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് മന്ത്രി പ്രകാശ് അംബേദ്കർ. സംസ്ഥാന ആശുപത്രി സന്ദർശന ശേഷം ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയിലാണ് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീം കേരളത്തെ അഭിനന്ദിച്ചത്. കേരളത്തിലെ മാതൃകാപരമായ പദ്ധതികളും ആരോഗ്യ കേന്ദ്രങ്ങളും അടുത്തറിയാനാണ് സംഘം കേരളത്തിലെത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. സ്വീകാര്യമായ മാതൃകകൾ മഹാരാഷ്ട്രയിൽ നടപ്പാക്കുന്നതിന് മന്ത്രി എല്ലാ പിന്തുണയും അറിയിച്ചു. ഈ അധ്യയന വർഷത്തിലെ CBSE 10+2 ക്ലാസുകളിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 ഫെബ്രുവരി 17-ന് 10+2 ക്ലാസുകളിലെ പരീക്ഷകൾ ആരംഭിക്കും. 10ാം ക്ലാസ് പരീക്ഷകൾ ഫെബ്രുവരി 17-ന് ആരംഭിച്ച് മാർച്ച് 9-ന് അവസാനിക്കും. 10ാം ക്ലാസ്സിലെ 2ാം ബോർഡ് പരീക്ഷ മെയ് 15-ന് ആരംഭിച്ച് ജൂൺ 1-നാണ് അവസാനിക്കുക. 12ാം ക്ലാസ്സിലെ പരീക്ഷകൾ ഫെബ്രുവരി 17-ന് ആരംഭിച്ച് ഏപ്രിൽ 9-ന് അവസാനിക്കും. 2026 മുതൽ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ 2 തവണ നടത്തുമെന്ന് CBSE നേരത്തെ അറിയിച്ചിരുന്നു.
ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് VS ചന്ദ്രസേനെതിരെ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതി വ്യാജമെന്ന് പോലീസ്. മുൻ വൈരാഗ്യമാണ് പരാതി കാരണമെന്നും കേസിലെ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ചൂണ്ടിക്കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുന്നെന്ന ആരോപണമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ MLA ഓഫീസിലെത്തി. MLA ഓഫീസിലും രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായില്ല. രാഹുലിനെ ഓഫീസിൽ വെച്ച് ഷാൾ അണിയിച്ചാണ് പ്രവർത്തകരൊരാൾ സ്വീകരിച്ചത്. MLA ഓഫീസിൽ വെച്ച് നിവേദനവും രാഹുൽ ഏറ്റുവാങ്ങി. വിശദമായ എല്ലാം പിന്നീട് പറയാമെന്നും കാണാമെന്നും മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. വയനാട്ടിലെ DYFI ജില്ലാ സെക്രട്ടറി അംഗവും CPM കോട്ടത്തറ ഏരിയ കമ്മിറ്റി അംഗവും കൂടിയായ P. ജംഷീദിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി കെട്ടിച്ചമച്ചതെന്ന് DYFI. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും DYFI നേതൃത്വം കുറ്റപ്പെടുത്തി. ഭർത്താവിൻ്റെ സുഹൃത്തും പിടങ്ങോട് സ്വദേശിയുമായ P. ജംഷീദ് വീട്ടിലെത്തി കടന്നുപിടിച്ചുവെന്നാണ് പോലീസ് നൽകിയ പരാതിയിൽ യുവതി ആരോപിച്ചത്. DYFI നേതാവിനോട് സഹകരിക്കാൻ ഭർത്താവ് ആവശ്യപ്പെട്ടെന്നും യുവതി പോലീസ് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ട്രെയിൻ മാർഗം കൊൽക്കത്തയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന 2 പേർ മലപ്പുറം വാണിയമ്പലത്ത് പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉജ്ജ ബരായി, നിൽമാധവ് ബിസാസ് എന്നിവരെയാണ് കാളിക്കേവ് റേഞ്ച് എക്സൈസ് അറസ്റ്റ് ചെയ്ത് ഒളിപ്പിച്ച് കടത്താൻ വേണ്ടി പ്രതികൾ പ്രത്യേകം തയ്യാറാക്കിയ ബാഗുകളിൽ നിന്ന് 4.145 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. കൊല്ലം പുല്ലൂരിൽ ചങ്ങലയിട്ട് ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പുരുഷൻ്റെ സ്ഥിരീകരണം കൊലപാതകമാണെന്നാണ് നിഗമനം. ശരീരത്തിൽ കുത്തുകളേറ്റൻ്റെ മുറിവുകളുണ്ട്. കൂടാതെ ശരീരത്തിൽ തീപ്പിളേറ്റിലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മൃതദേഹത്തിന് ഒരാഴ്ചയിലേറെ പഴക്കമുണ്ട്. മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരമായി റെയിൽവേ ജീവനക്കാർക്ക് ബോണസ്. 10 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്കാണ് 78 ദിവസത്തെ ബോണസ് ലഭിക്കുക. ചില അക്കൗണ്ടുകളും പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യാനുള്ള കേന്ദ്ര നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്ത് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള X സമർപ്പിച്ച ഹർജികൾ കർണാടക ഹൈക്കോടതി നൽകി. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിൻ്റെ നിയന്ത്രണം ഒരു ആവശ്യകതയാണെന്നും കോടതി നിരീക്ഷിച്ചു. പഹൽഗാമിൽ മാത്രം ചോദിച്ച് 26 പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണം സഹായം ചെയ്തു കൊടുത്ത ജമ്മു കാശ്മീർ സ്വദേശി പിടിയിൽ. മുഹമ്മദ് ഖട്ടാരിയെ എന്നയാളെയാണ് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ മഹാദേവനിടെ കൊല്ലപ്പെട്ട ഭീകരർ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് ഖട്ടാരിയെ പിടിയിലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈംഗികാരോപണ പരാതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇതിന് പിന്നാലെ 3 ദിവസത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദില്ലി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകി. ലഡാക്കിലെ പ്രധാന നഗരമായ ലേയിൽ ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അക്രമാസക്തമായി. ജനം പോലീസുമായും ഏറ്റുമുട്ടി. 4 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ. ഇതേ ആവശ്യത്തിൽ ലേയിൽ നിരാഹാര സമരം നടത്തുകയായിരുന്ന സമര നേതാവ് സാനം വാങ്ചുക് ഇന്നലെ നടന്ന സംഘർഷത്തെ തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിലെ സംഘർഷങ്ങൾ പിന്നിൽ ആസൂത്രണം നിൽക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദക്ഷിണ ചൈനയിലും ഫിലിപ്പീൻസിലും നാശം വെച്ച് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകൾ ഒന്നായ രഗാസ. തായ്വാനിൽ ചുഴലിക്കാറ്റിൻ്റെ കെടുതിയിൽ 17 പേർ മരിച്ചു. 150 പേർക്ക് പരിക്കേറ്റതായാണ് വിവരങ്ങൾ. മുന്നറിയിപ്പ് തുടർന്ന് 20 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. ഫിലിപ്പീൻസ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഫിലിപ്പീൻസ് നാശം വെച്ചതിന് പിന്നാലെയാണ് ദക്ഷിണ ചൈനീസ് തീരത്ത് രഗാസ ആഞ്ഞടിച്ചത്. ഉക്രൈനെതിരെ യുദ്ധത്തിന് റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണെന്ന വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ സൂപ്പർ 4 മത്സരത്തിൽ ബംഗ്ലാദേശിനെ 41 റൺസിന് വീഴ്ത്തി ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനലിലെത്തി. 37 പന്തിൽ 70 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ നൽകിയ മികച്ച തുടക്കം മുതലാകാതെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഇന്നിംഗ്സ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസിൽ അവസാനിച്ചു. 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് ആകട്ടെ 19.3 ഓവറിൽ 120 റൺസിന് ഓൾ ഔട്ടായി. ഇന്ന് നടക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ സൂപ്പർ 4 മത്സര വിജയികളായിരിക്കും ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതോടെ ശ്രീലങ്ക ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.